ഓട്ടിസം നമുക്ക് ഒരു 1.5-2 വയസ്സിനുള്ളിലൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പാരൻസ് തന്നെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുന്നതാണ്. അതിന് ഒരു 3 കാര്യങ്ങൾ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓട്ടിസം ട്രയാഡ് എന്ന് പറയും. ഈ ട്രയാഡ് എന്ന് പറയുമ്പോൾ ട്രൈ എന്ന് വെച്ചാൽ 3 ആണ്. ഈ ട്രയാഡിലാണ് ഈ 3 കാര്യങ്ങൾ വരുന്നത്. ഒന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് ആണ്. ഈ റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് ചില കുട്ടികൾ, പ്രത്യേകം പറയുന്നു, എല്ലാ ഓട്ടിസം കുട്ടികൾക്കും ഓരോ ഫീച്ചേഴ്സ് അല്ല, ഓരോ ക്യാരക്ടേഴ്സ് അല്ല. അവരുടെ ക്യാരക്ടേഴ്സും ഫീച്ചേഴ്സും മാറി ഡിപ്പെൻസ് ആ കുട്ടികളുടെ അനുസരിച്ച് മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. സോ മെയിൻലി നമ്മൾ നോക്കുന്ന ഒന്നാണ് ഈ ബിഹേവിയർ അല്ലെങ്കിൽ റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ്. ഈ റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സിൽ ആദ്യം വരുന്നത് ഹാൻഡ് ഫ്ലാപ്പിംഗ് ആണ്. ചില കുട്ടികൾ ഹാൻഡ് ഫ്ലാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ചില കുട്ടികൾ ടോയിലായിരിക്കും ടോ വാക്കിംഗ് ആയിരിക്കും അവർ നടക്കുന്നത്. ചില കുട്ടികളിൽ ആൽഫബറ്റ്സിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. സോ അവർ ABCD പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില കുട്ടികൾ ന്യൂമറൽസ്, അതായത് 1 2 3 ഇൻട്രസ്റ്റ് ഉണ്ടാകും, മാത്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവർ ആ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ആ ഒരു മാത്സ് ബേസ് ചെയ്തിട്ട് അവർക്ക് ഡേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് നല്ല മെമ്മറി ആയിട്ട് അവർ ഓർത്ത് വെച്ചിരിക്കും, കലണ്ടറിലെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. ചില കുട്ടികളാണെങ്കിൽ ഒരേ രീതിയിലുള്ള പാറ്റേൺ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതായത് നമ്മളൊരു ബ്ലോക്സ് അല്ലെങ്കിൽ എനി ടോയ്സ് ഇങ്ങനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടോയ്സ് തന്നെ ഒരേ രീതിയിൽ വെക്കാനായിരിക്കും അവർ ഇഷ്ടപ്പെടുന്നത്. അത് അതിൻ്റെ സ്പേസ് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ അത് വേറെ സ്ഥലത്തിരിക്കുകയോ ചെയ്താൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. സോ ആ ഒരു റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഒരേ രീതിയിലുള്ള മൊമെന്റ് കീപ്പ് ചെയ്ത് പോകാനായിരിക്കും ചില കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അതാണ് ആദ്യത്തെ ഒരു ട്രയാഡ്, റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്.